അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. രാവിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി കൃഷിദേഹങ്ങൾ നശിപ്പിക്കുന്നു, ഒപ്പം നാട്ടുകാരിലേക്ക് ഭീതി പടർത്തുകയും ചെയ്യുന്നു. അപ്പം അതോടൊപ്പം തന്നെ വണ്ടിപ്പെരിയാർ തങ്കമലയിൽ കുടിവെള്ളക്ഷാമം മൂലം ഒരു ജനത 200ഓളം കുടുംബങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ട് ബഹിഷ്കരിക്കും, അതോടൊപ്പം തന്നെ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലേക്ക് കാലിക്കുടവുമായി മാർച്ച് നടത്തും എന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഗ്രാമപഞ്ചായത്ത് പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് അവർക്ക് ആവശ്യമായ കുടിവെള്ള വിതരണം ഉടൻ നടത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട്. വാർത്തയിൽ വേനൽ കടുത്തതോടെ ജില്ലയിൽ ആകെ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ തവണ ഈ സമയത്തൊക്കെ മഴ പെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ കുടിവെള്ളക്ഷാമം ഉണ്ടായില്ല എന്ന് തന്നെ വേണം പറയാൻ. എന്നാൽ ഇത്തവണ സ്ഥിതി മറിച്ചാണ്. പല മേഖലകളിൽ ഉള്ളവരും കിലോമീറ്ററുകളോളം താണ്ടി കുടിവെള്ളം കൊണ്ടുവരേണ്ട സാഹചര്യവും 1000 മുതൽ 5000 രൂപ വരെ നൽകി കുടിവെള്ളം വാങ്ങേണ്ട സ്ഥിതിയിലുമാണ് ഉള്ളത്. ഈ അവസ്ഥയിലാണ് വണ്ടിപ്പെരിയാർ 10ാം വാർഡ് തങ്കമലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതിൽ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി കുടിവെള്ളം ഇല്ലാതെ 1200 രൂപയ്ക്ക് ആഴ്ചയിൽ 2 തവണ കുടിവെള്ളം വാങ്ങേണ്ട സ്ഥിതിയാണ് ഇവിടുത്തുകാർക്ക് ഉള്ളത് എന്ന് പ്രദേശവാസികൾ പറയുന്നു. തങ്കമല എസ്റ്റേറ്റ് 10வது വാർഡ് டாக்டர் அம்பேத்கர் காலனி இந்த இடத்துல நாங்கள் 10-200 குடும்பங்க ஜீவிச்சுக்கிட்டு இருக்கோம். அதனால் தண்ணி வந்து 2-3 வருஷமாயிட்டு தண்ணியும் கிடைக்கல, ஒன்றும் கிடைக்கல. அதனால் இப்போ இந்த தண்ணி இல்லாமல் ஜனங்க வந்து எல்லாரும் போராட்டத்துக்கு உள்ள ஏற்பாடில் நிற்கிறாங்க. அதனால் தண்ணி எங்களுக்கு கூடிய சீக்கிரம் கிடைக்கிறதுக்குள்ள ஏற்பாடு எங்களுக்கு கிடைக்கணும்னு சொல்லி நாங்கள் கேட்குறோம். அது மட்டும் இல்லை, இங்கே உள்ள இந்த பொது ஜனங்கள்கிட்ட ஓட்டு வாங்கி ஜெயிச்சா அந்த பொது ஜனங்களுக்கு என்னென்ன செய்யணும்னு சொல்லி ஒரு மெம்பர் தான் அதுக்குள்ள முன்கட்டணம் எடுக்கணும். அவங்களுக்கு எந்த ஒரு உத்தரவாதம் இல்லாத அளவில் இப்படி தான் போகிறாங்க, அவங்கள்ட்ட போகிறாங்க, என்ன ஏதுன்னு கேட்கல. കഴിഞ്ഞ 2 തവണ ഗ്രാമപഞ്ചായത്ത് അംഗം ഇവിടെ UDFന്റെ ആയിരുന്നു. ഇതുകൊണ്ട് തന്നെ LDF കുടിവെള്ളത്തിനാവശ്യമായ തുക നൽകിയില്ല എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ ഇത്തവണ തങ്കമലയിൽ നിന്നും LDF സ്ഥാനാർത്ഥിയാണ് വിജയിച്ച മെമ്പറായത്. ആര് വന്നാലും ഇതേ സ്ഥിതിയാണ് തങ്കമലയിൽ ഉള്ളവർക്ക് നിലനിൽക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ഇതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നും ഇതോടൊപ്പം തന്നെ പ്രദേശത്ത് താമസിക്കുന്ന 200ഓളം കുടുംബങ്ങളെ അണിനിരത്തി വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലേക്ക് കാലിക്കുടവുമായി മാർച്ച് നടത്താനും തീരുമാനിച്ചതായും ഇവർ പറഞ്ഞു. 2000 രൂപ കൊടുത്ത് ഒരു ട്രിപ്പ് വെള്ളം മേടിക്കുന്നത്, ആഴ്ച 2000-3000 വെള്ളം മേടിച്ചിട്ടും നമുക്ക് പറ്റുന്നില്ല. ഇതൊരു കുളം തോണ്ടി, നൗഷാദ് എന്ന് പറയുന്ന ഒരു മെമ്പർ, ബ്ലോക്ക് മെമ്പർ വന്ന് ഒരു കുളം തോണ്ടി, ആ കുളം അവിടെ കുത്തണ്ടെന്ന് പറഞ്ഞ് അവിടെ തന്നെ കുത്തിയിട്ട് അതിൻ്റെ അകത്ത് പാറയെ കാണുന്നുള്ളൂ, അതിൻ്റെ അകത്ത് വെള്ളമില്ല. അവിടെ ഇരുന്ന് വന്നിട്ട് 24 ലക്ഷം രൂപ ആ കുളത്തിൽ മുടക്കിയിരിക്കുന്നത്. പൈപ്പിന് ചോദിക്കാൻ പോയാൽ പൈപ്പിന് ഒരാൾ കോൺടാക്ട് എടുത്തിട്ടുണ്ട്, കുളത്തിന് ഒരുത്തനെ എടുത്തിട്ടുണ്ട്, പറച്ചിൽ നടക്കുന്നത്, പമ്പിന് ഒരാൾ എടുത്തിട്ടുണ്ടെന്ന്. ഇത് ഒന്നും നടക്കുന്നില്ല. ഈ പ്രാവശ്യം ഞങ്ങൾ ശക്തമായിട്ട് നിൽക്കുക. ഈ പ്രാവശ്യം ഈ പഞ്ചായത്ത് ഇലക്ഷന് അവിടെ വന്ന് ഒരു പൈപ്പ് ഇട്ടിട്ട് ആ കുളത്തിരുന്ന് വെള്ളം ചാടിച്ചു വിട്ടിട്ട് ഈ ഓസ് റോട്ടിൽ കൂടെ വലിച്ചിട്ടിട്ടുണ്ട്. ആ ഓസ് കണ്ടിട്ട് ഇനിയും ഈ MLA വോട്ടിന് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ മെമ്പറും എവിടെ ഈ പുതുവലി ഏറിയ ഭാഗത്ത് വോട്ട് ചോദിച്ച് വരാനും പാടില്ല. അതുപോലെ തന്നെ ഇലക്ഷന് മുമ്പ്, ഈ കഴിഞ്ഞ ഇലക്ഷന് ഞങ്ങൾക്ക് മോട്ടറും ഓസും ഒക്കെ കൊണ്ടുവന്നെന്ന് പറഞ്ഞ് വെള്ളം അടിച്ച് കാണിച്ച് ഞങ്ങളെ ആശിപ്പിച്ച് ഞങ്ങളെ വോട്ടിടിപ്പിച്ചു, പഞ്ചായത്ത് വോട്ട്. ഈ പ്രാവശ്യത്തെ ഇലക്ഷന് ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ സൗകര്യം ചെയ്തു തന്നിട്ട് ഞങ്ങൾ വോട്ടിടുന്നില്ല. ഇങ്ങോട്ട് ആരെയും വോട്ട് ചോദിച്ചു പോലും ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങൾ കയറ്റത്തില്ലെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക. അതുപോലെ ഞങ്ങൾ എല്ലാ അപേക്ഷകളും ഈ കഴിഞ്ഞ നമ്മുടെ MLAക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട്, കലക്ടർക്ക് കൊണ്ട് കൊടുത്തു, അതുപോലെ ബ്ലോക്കിൽ കൊടുത്തു, പഞ്ചായത്തിൽ കൊടുത്തു, എല്ലായിടത്തും അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ചോദിച്ചപ്പം അതിൻ്റെ മറുപടിക്ക് ഞങ്ങൾക്ക് നെറ്റ് ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ ഒരുമാതിരി കളിയാക്കി ഞങ്ങളെ പറഞ്ഞു വിട്ടു. പഞ്ചായത്തിൽ നെറ്റില്ലാതെ എങ്ങനെയാകും, ബാക്കി കാര്യങ്ങൾക്കൊക്കെ നെറ്റുണ്ട്, ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ നെറ്റില്ലെന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ടു. അതുപോലെ ഞങ്ങൾ കുടവും കൊണ്ട് വരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ 2-3 പ്രാവശ്യം പറഞ്ഞത് അവരോട്. അവരന്നിട്ടും ഇതൊരു നടപടി എടുക്കുന്നില്ല. വെള്ളം പിന്നെ തരാമെന്ന് പറഞ്ഞല്ല. ഞങ്ങളുടെ എസ്റ്റേറ്റിൽ നിന്ന് പഴയ കിണറ്റിൽ അവിടെ ഒരു ബ്ലീച്ചിങ് പൗഡറോ അവിടെ ഒരു കുമ്മായപ്പൊടിയോ ഒന്നും വിടാതെ അവിടെ വന്ന് കണ്ടറിയാം, ചിറ്റിപ്പര എന്ന് പറയും ആ സ്ഥലത്ത്, ആ കുളത്തിലെ വെള്ളം ഞങ്ങൾക്ക് 1000 രൂപയ്ക്ക് ഞാൻ ഇവിടെ കൊണ്ട് തരുവാൻ. ഞാൻ കുടിവെള്ളം വേണേ 1200 രൂപ കൊടുത്താണ് ഞങ്ങൾ മേടിക്കുന്നത്. ഈ വേനൽക്കാലം ആകുമ്പം ഞങ്ങൾ തുണി കഴുകണേ ആറ്റി പോകണം. പഞ്ചായത്തിൽ നിന്ന് വെള്ളം കൊണ്ട് നേരത്തെ തരുമായിരുന്നു. ഇപ്പം ചോദിച്ചപ്പോൾ പറയുക അവർ അത് ടെൻഡർ എടുക്കാനുള്ള ആളില്ല, അതുകൊണ്ട് വെള്ളമില്ല. ഞങ്ങൾ എന്നെ എടുക്കും? ആരോട് ഞങ്ങൾ ഈ ഞങ്ങളുടെ സങ്കടങ്ങൾ പറയും? 250 പേര് ഇവിടെ താമസിക്കുന്നതാണ്.
ഇതേസമയം ഗ്രാമപഞ്ചായത്തിന്റെ തുക വകയിരുത്തി കഴിഞ്ഞ തവണ മുതൽ വിവിധ കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് എങ്കിലും പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. ഏറ്റവും അവസാന ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്കായി നിലവിലെ ഭരണസമിതി കൂടുതൽ തുക അനുവദിക്കുകയും എത്രയും വേഗം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് കുടിവെള്ളം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഇതോടൊപ്പം തന്നെ താൽക്കാലികമായി നടത്തുന്ന കുടിവെള്ള വിതരണത്തിനായുള്ള ടെൻഡർ നടപടികൾ ആരംഭിച്ചതായും അടുത്ത ആഴ്ച മുതൽ തന്നെ കുടിവെള്ള വിതരണം തുടങ്ങുമെന്നും പ്രസിഡന്റ് പറയുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ. ഞാൻ